ഊട്ടിപ്പട്ടണം വ്ളോഗിൻ്റെ ഫൈനൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ടീ ഫാക്ടറി കണ്ടതിന് ശേഷം ലഞ്ചും കഴിച്ച് നേരെ പോയത് ടോയ് ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട്. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേഷനിലെത്തി തണുപ്പിച്ചിട്ട് കൂടി 1 മണിക്കൂറും കൂടെ നമുക്ക് ട്രെയിൻ വരാൻ സമയമുണ്ട്. ആ സമയം ഞങ്ങൾ വെറുതെ കളഞ്ഞില്ല. ട്രെയിനിനുള്ളിൽ ചെയ്യേണ്ട റീൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കമ്പാർട്ട്മെൻറ്റിലാണ് ടിക്കറ്റ് ഉള്ളത്. നമ്മൾ ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് ഈ കമ്പാർട്ട്മെൻറ്റ് മൊത്തം നമ്മുടെ ആൾക്കാർ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കളിയും ചിരിയും കൂകലും ബഹളവും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഈ കമ്പാർട്ട്മെന്റ് അങ്ങ് നിറഞ്ഞു. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ട്രെയിൻ യാത്ര ഞങ്ങളുടെ ഓർമ്മച്ചെപ്പിലേക്ക് ഒരു സ്ഥാനം നേടിയത്. പുറത്തേക്ക് നോക്കിയാലോ പൊടിപൊടിയായിട്ട് വീഴുന്ന മഴയും നല്ല പ്രകൃതി സൗന്ദര്യം. ഞാൻ പറഞ്ഞില്ലേ, ഒരു റൊമാൻറ്റിക് വെതർ. തമിഴ്നാട്ടിലെ ഏറ്റവും മനോഹരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ട്രെയിൻ റൂട്ട്, അതായത് ഉദകമണ്ഡലം ടു കൊല്ലൂർ, ആ യാത്ര ഒരു സ്വപ്ന തുല്യമായ ഒരു അനുഭവമാണ്. ആ അനുഭവത്തിലൂടെയാണ് നമ്മളിതാ മുന്നേറാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞങ്ങൾ ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് IRCTC സൈറ്റിൽ കയറിയിട്ട് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഊട്ടി ടു കൂനൂർ ഞങ്ങൾ എത്തുമ്പോഴത്തേക്കിനും നമ്മുടെ വാഹനങ്ങൾ അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. പിന്നെ അതിൽ കയറി നേരെ ഞങ്ങൾ റിസോർട്ടിലെത്തി. അപ്പോൾ തന്നെ ഏകദേശം രാത്രിയായി. രാത്രിയിൽ ചെറിയൊരു മ്യൂസിക് നൈറ്റ് ഒക്കെ നമ്മുടെ റിസോർട്ടിൽ നടക്കുന്നുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം നല്ല ക്ഷീണമുള്ളത് കൊണ്ടും എല്ലാവർക്കും പുറത്ത് വന്ന് ഫുഡ് കഴിക്കാൻ മടിയായതുകൊണ്ടും കുറച്ച് പേര് പോയി ഫുഡ് കഴിച്ച് ബാക്കിയുള്ളവർക്ക് ഓർഡർ ചെയ്യാന്നുള്ള തീരുമാനത്തിൽ തന്നെ ഇന്ന് വീണ്ടും എത്തിച്ചേർന്നു. അങ്ങനെ ചെല്ലുമ്പോഴാണ് അവിടെ ഒരു ഫലൂഡ പോയിന്റ് ഉണ്ടായിരുന്നു. അമ്പോ ഒരു രക്ഷയില്ലാത്ത ഫലൂഡ. പിന്നെ റിസോർട്ടിൽ തിരിച്ചെത്തി വീണ്ടും വെളുക്കുവോളം വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ് എപ്പോഴോ പോയി കിടന്നുറങ്ങി. രാവിലെ എണീറ്റു. ഇത് ഫൈനൽ ഡേ. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ചെക്കൗട്ട് ചെയ്യണം. പോകാൻ താല്പര്യമില്ലെങ്കിലും പോയല്ലേ പറ്റൂ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഇനി കൊണ്ടുവന്ന് ഇറക്കിയതുപോലെ തന്നെ നമ്മുടെ പെട്ടിയും പ്രമാണവും ഒക്കെ ഈ തേജസ് ബസ്സിനകത്ത് കയറ്റണം. അവനാണെങ്കിൽ ആ വെള്ളിയാഴ്ച തൊട്ടുള്ള റെസ്റ്റാണ്. ഈ മഴയും വെയിലും തണുപ്പും ഒക്കെ കൊണ്ട് ദാ കിടക്കുന്നു. ട്രിപ്പ് തീർന്നു വരുന്നതിൻ്റെ ഒരു വൈക്ലമ്യമാണോ മനസ്സിൻ്റെ വിഷമം കൊണ്ടാണോ തിരിച്ചു വരുന്ന വഴിയോര കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങ് മറന്നുപോയി. വരുന്ന വഴിക്ക് ഊട്ടി ക്യാരറ്റും മാങ്ങ ഉപ്പിലിട്ടതും മുളക് തേച്ചതും ഒക്കെ കഴിച്ചു. പിന്നെ കാട്ടിലൂടെ വരുന്ന വഴിക്ക് ഒരു പുലിയെ ഞങ്ങൾ കണ്ടു. ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ചടഞ്ഞ മൂടൊക്കെ ഒന്ന് മാറ്റണ്ടേ. പിന്നെ ഒരു ഡാൻസ് ആയാലോ. അങ്ങനെ അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഡാൻസും പരിപാടികളും അങ്ങനെ ഒരേ വൈബിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഉറക്കമൊക്കെ വന്നു. ചെറുതായിട്ടൊക്കെ ഉറങ്ങി തുടങ്ങി. അങ്ങനെ ഏകദേശം സമയം ഒരു 1:30-1:45 ഞങ്ങൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ 3 ദിവസം നീണ്ടു നിന്ന ഞങ്ങളുടെ ഒരു അടിപൊളി ട്രിപ്പ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നാളെ മുതൽ നമ്മൾ നമ്മുടെ പഴയ ജീവിതത്തിലേക്കും റൊട്ടീൻ ലൈഫിലേക്കും പോകണമെന്നറിയാം. എങ്കിലും ഈ 3 ദിവസം നമ്മൾ പ്രത്യേകിച്ച് കാര്യമായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും ഓർത്തേയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഈ യാത്രകൾ എന്തുകൊണ്ടും നല്ലതാണ്, നമ്മുടെ മനസ്സിനെ ഒന്ന് സുഖപ്പെടുത്താൻ. അപ്പോൾ എൻ്റെ യൂട്യൂബ് വ്ളോഗിൽ എന്നോടൊപ്പം എൻ്റെ ക്യാമറയിൽ മുഖം കാണിച്ചും സംസാരിച്ചും ഒക്കെ എന്നോട് സഹകരിച്ച് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് സുമി ചാണ്ടി signing off ഊട്ടിപ്പട്ടണം വ്ളോഗ് 2026.